ാകുന്ന ഞങ്ങളുടെ ദൈവമേ, മഹത്വപ്പെടുത്തുവാൻ ഇങ്ങനെ നൽകിയ സന്ദർഭത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ രാത്രി തിരുവചനം ധ്യാനിപ്പാൻ ഞങ്ങൾക്ക് സാവകാശം തന്നു. അതുകൊണ്ട് ഇന്ന് രാത്രിയിലും ചെയ്യുവാൻ അവിടുത്തോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ വിശുദ്ധദാസന്മാരെയും ജനത്തെയും ആശീർവദിക്കണം. എളിയവൻ്റെ മേലും തിരുകൃപ ചൊരിയണം. സന്നിധി ബോധം ഞങ്ങൾക്ക് നൽകണം. പുത്രനെ ഞങ്ങളെ കൂടി മഹത്വപ്പെടുത്തണമേ. ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയമൂലം കേൾക്കണം സ്വർഗസ്ഥ പിതാവേ, ആമേൻ. നമ്മുടെ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഈ നല്ല രാത്രി സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലെ യോഗാധ്യക്ഷൻ ഈ സ്ഥലം സഭയുടെ ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാന്യ കർത്തദാസൻ ഷാജി ദാനിയേൽ അവർകൾ, ഈ ഫെലോഷിപ്പിൻ്റെ ക്രിസ്ത്യൻ പെന്തിക്കോസ് ഫെലോഷിപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മാന്യ കർത്തദാസൻ സൈമൺ പാസ്റ്റർ, മറ്റ് കർത്തദാസന്മാർ, വിശേഷിച്ച് നന്ദിവാചകം പറഞ്ഞ യോയി തുമ്പമണ്ണവർകൾ, ആദരണീയരായ എല്ലാ കർത്തദാസന്മാർ, അതിഥികളായി നാട്ടിൽ നിന്ന് ശുശ്രൂഷയ്ക്കോടെ വന്ന ബഹുമാന്യ കർത്തദാസന്മാർ, ഈ രാത്രി യോഗത്തിൽ സംബന്ധിക്കുന്ന ബഹുമാന്യരായ ദൈവകുഞ്ഞുങ്ങൾ, അനുഗ്രഹിക്കപ്പെട്ടതായ ഗായക സംഘം, ഈ ശുശ്രൂഷകൾ പകർത്തിക്കൊണ്ടിരിക്കുന്ന അതിന് ചുമതല വഹിക്കുന്ന കർത്തദാസൻ, അങ്ങനെ എല്ലാ പ്രിയപ്പെട്ടവർ, ഇതിൻ്റെ പിമ്പിൽ അധ്വാനിച്ച എല്ലാ ദൈവകുഞ്ഞുങ്ങൾ, വിശേഷിച്ച് ഈ ശുശ്രൂഷയ്ക്ക് എന്നെ ക്ഷണിച്ച ചുമതലപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവർ ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമുള്ള നാമത്തിൽ ഈ സന്ധ്യയിൽ വന്ദനം. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ഇന്ന് രാത്രിയിലും അനുഗ്രഹിക്കട്ടെ. പരിചിതരായ അനേകരുണ്ട്. അവരെ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വാത്സല്യ കുഞ്ചായനും ഒക്കെ നാട്ടിൽ വന്നപ്പോൾ വീട്ടിൽ വന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നലെ പ്രാർത്ഥനയിൽ സഹായിച്ച സണ്ണി താഴാമ്പള്ള അവരുടെ കുടുംബം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഡിട്രോയിറ്റ് വന്നപ്പോൾ ഞങ്ങൾക്കൊന്നിച്ചായിരിക്കാൻ ചില ദിവസങ്ങൾ ദൈവം സാവകാശം നൽകി. എല്ലാറ്റിനായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. സമയം അതിക്രമിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തിരുവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഇന്ന് രാത്രിയിൽ നമുക്ക് ചിന്തിക്കാം. ഇന്നലെ ഓർപ്പിച്ച് പ്രാർത്ഥിച്ചതുപോലെ തൊണ്ടയ്ക്ക് അത് വലിയ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ശബ്ദമെടുത്ത് സംസാരിക്കാനും പാടാനും ഒക്കെ വളരെ പ്രയാസം. പ്രാർത്ഥിക്കണമെന്ന് വീണ്ടും ഓർപ്പിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വായിച്ച വേറെ ഭാഗം ഒരിക്കൽ കൂടി വായിച്ച് സഹായിച്ചാട്ടെ. ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദേവകൾ വണങ്ങിടും ദീനദയാലുവേ, ദേവകൾ വണങ്ങിടും ദീനദയാലുവേ, സദയമി നമ്മെ കാക്കും സൽഗുണ സിന്ധുവേ, സദയമി നമ്മെ കാക്കും സൽഗുണ സിന്ധുവേ, ഭജിക്കുക നീ നിത്യം യേശു മഹേശനെ, ഭജിക്കുക നീ നിത്യം യേശു മഹേശനെ, യേശു മഹേശനെ നാഗനിവാസനെ, യേശു മഹേശനെ നാഗനിവാസനെ, ഭജിക്കുക നീ നിത്യം യേശു മഹേശനെ, ഭജിക്കുക നീ നിത്യം യേശു മഹേ. മരിയയിൽ അവതാരം ചെയ്തൊരു നാഥനെ, മരിയയിൽ അവതാരം ചെയ്തൊരു നാഥനെ, മലയതിൽ ബലി ചെയ്ത മർത്യ ശരീരനെ, മലയതിൽ ബലി ചെയ്ത മർത്യ ശരീരനെ, ഭജിക്കുക നീ നിത്യം യേശു മഹേശനെ, ഭജിക്കുക നീ നിത്യം യേശു മഹേശനെ, യേശു മഹേശനെ നാഗനിവാസനെ, യേശു മഹേശനെ നാഗനിവാസനെ, ഭജിക്കുക നീ നിത്യം യേശു മഹേശനെ, ഭജിക്കുക നീ നിത്യം യേശു മഹേശനെ, ദേവകൾ
യേശുമാ മരികയിൽ അവതാരം ചെയ്തോരോ നാഥനെ മരികയിൽ അവതാരം ചെയ്തോരോ നാഥനെ മലയതിൽ ബലി ചെയ്ത മർത്യശരീരനെ മലയതിൽ ബലി ചെയ്ത മർത്യശരീരനെ മലയതിൽ ബലി ചെയ്ത മർത്യശരീരനെ മലയതിൽ ബലി ചെയ്ത മർത്യശരീരനെ ഭജിക്കുക നീ നിത്യം യേശു മഹേശനെ ഭജിക്കുക നീ നിത്യം യേശു മഹേശനെ യേശു മഹേശനെ നാഗനിവാസനെ യേശു മഹേശനെ നാഗനിവാസനെ യേശു മഹേശനെ നാഗനിവാസനെ യേശു മഹേശനെ നാഗനിവാസനെ ഭജിക്കുക നീ നിത്യം യേശു മഹേശനെ ഭജിക്കുക നീ നിത്യം യേശു മഹേശനെ. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം വീണ്ടും അനുഗ്രഹിക്കട്ടെ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിന്റെ പ്രാരംഭ പദമാണ് കുറുവാക്യമായിട്ട് ഇന്നലെ വായിച്ചത്. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. എന്തിനെയൊക്കെ ജയിക്കണം? അതാണ് നാം ദൈവകൃപയിൽ ശരണപ്പെട്ട് ചിന്തിപ്പാനിരുന്നത്. 1-2 വാചകത്തിലൊന്ന് പരിചയപ്പെടുത്തി തിരുവചനത്തിൽ നിന്ന് ചിന്തിക്കാം. ഈ സ്ഥലത്ത് വരുവാൻ ദൈവം നൽകിയ കൃപയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. ഇന്നലെ ഓർപ്പിച്ചതുപോലെ മാനുഷികമായി യാതൊരു യോഗ്യതയുള്ള ആളല്ല. ദൈവത്തിൻ്റെ വലിയ കൃപ, അനേക ദൈവകുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനയാലും ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഇന്ന് വരെ നിൽക്കുവാൻ ദൈവം ഭാഗ്യം തന്നു. ഓരോ പ്രാവശ്യവും ശുശ്രൂഷയ്ക്ക് നിൽക്കുമ്പോൾ ദൈവത്തിന് ഉള്ളം കൊണ്ടും അല്ലാതെ ഇവക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പല കാരണമുണ്ട്. അതിൽ ഒരു കാരണം സമയക്കുറവുകൊണ്ട് പറയാം. നിങ്ങൾക്കറിവുള്ള കാര്യമാണ്. എന്നേക്കാൾ കഴിവുള്ള, കരുത്തുള്ള, ശ്രേഷ്ഠതയുള്ള, സൗന്ദര്യമുള്ള, ജ്ഞാനമുള്ള, അല്ലെങ്കിൽ നമ്മേക്കാൾ ജ്ഞാനമുള്ള, കരുത്തുള്ള, ശക്തിയുള്ള, ബലമുള്ള, സൗന്ദര്യമുള്ള ദൈവദൂതന്മാർ ഈ ശുശ്രൂഷ ചെയ്യുവാൻ ആഗ്രഹിച്ചു. ദൈവം കൊടുത്തില്ല. ജ്ഞാനമില്ലാതിരുന്ന, സൗന്ദര്യമില്ലാതിരുന്ന, കരുത്തില്ലാതിരുന്ന, യോഗ്യതയില്ലാതിരുന്ന എനിക്കും നിങ്ങൾക്കും ദൈവം ഭാഗ്യം നൽകി. അതോർത്ത് ദൈവത്തിന് സ്തോത്രം. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാർ ആക്കി ഈ ശുശ്രൂഷ ഫലമേൽപ്പിച്ചു. എന്തിനായി ശുശ്രൂഷ ഫലമേൽപ്പിച്ചത്? നമ്മൾ വിശ്വസ്തരെന്ന് ദൈവം കണ്ടതുകൊണ്ട്. അതുകൊണ്ട് സഹപടന്മാരായ ദൈവദാസന്മാരോടും ശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കട്ടെ, ഏൽപ്പിച്ച ശുശ്രൂഷ വിശ്വസ്തയോടെ ചെയ്തോണം. അറിവുള്ള കാര്യങ്ങളായി പറഞ്ഞു തരുന്നത്. എങ്കിലും സന്ദർഭം വന്നുകൊണ്ട് മുഖം നോക്കരുത്, പണം നോക്കരുത്, പ്രതാപം നോക്കരുത്, സംഘടന നോക്കരുത്, അങ്ങ് ഇന്ന് കണക്ക് കൊടുക്കേണ്ടതാണ്. ഇന്നൊരു കാര്യം അങ്ങ് പോകുന്നുണ്ടേ മതി. ദൈവത്തിന് മഹത്വം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ധാരാളം സഹോദരങ്ങൾ ഇവിടെ കസേരയില്ലാതെ നിങ്ങൾക്ക് കേൾക്കാമല്ലോ. പുറകിരിക്കുന്നവർ ഒരു പ്രതികരണമൊന്നും കാണുന്നില്ല. അങ്ങ് പുറകിലൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നലെ ഓർപ്പിച്ചല്ലോ മുഖവരയായിട്ട് ചില കാര്യങ്ങൾ വെളിപ്പാട് പുസ്തകത്തെ നമ്മൾ ചിന്തിക്കുന്നത്. എൻ്റെ വീട് പേരിനോട് ചേർത്ത് ഷാജി പാസ്റ്റർ പറഞ്ഞ കാവാലം, ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിലെ ഒരു ചെറിയ ഗ്രാമം പഞ്ചായത്താണ് കാവാലം. അവിടുന്ന് ദൈവം എന്നെ രക്ഷിച്ചു. ഇവിടെ എംസൂട്ടിച്ചാൻ കാവാലമുണ്ട്, വേറെ 1-2 പേരുണ്ട്, അവരെ കണ്ടില്ല. ഒരു ചെറിയ പഞ്ചായത്ത്, വെള്ളത്താൽ ചുറ്റപ്പെട്ട സ്ഥലമാണ്. ആ സ്ഥലത്ത് നിന്ന് ഞങ്ങളെ ചിലരെ ദൈവം വിളിച്ച് വേർതിരിച്ചു. ശേഷമുള്ള ദൈവകുഞ്ഞുങ്ങൾ കാവാലത്തുണ്ട്. അവിടെ ഒരു പുതിയ പ്രവർത്തനം ആരംഭിപ്പാൻ ദൈവം എനിക്കും ഭാഗ്യം തന്നു. കർത്താവിന് മഹത്വം. കുറച്ച് ദൈവമക്കൾ അവിടെ കൂടി വന്ന് ആരാധിക്കുന്നു. അവരെ ഓർത്തും അവിടുത്തെ വേലയോർത്തും പ്രാർത്ഥിക്കണം എന്ന് കർത്തൃനാമത്തിൽ ഓർപ്പിക്കുന്നു. വെള്ളപ്പൊക്കത്തിൻ്റെ കെടുതിയൊക്കെ പലയിടങ്ങളിലുണ്ട്.
കുട്ടനാട്ടുകാരെ സംബന്ധിച്ച് വെള്ളപ്പൊക്കം അത്ര വലിയ ഭീകരതയല്ല, കാരണം എല്ലാ വർഷവും വെള്ളം പൊങ്ങുന്നതാണ്. പൊങ്ങിയില്ലെങ്കിലാണ് പ്രശ്നം. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ വെള്ളം അല്പം രൂക്ഷമായിരുന്നു. ഇപ്രാവശ്യവും വെള്ളം പൊങ്ങി. കർത്താവിന് മഹത്വം. അവിടെയുള്ള ദൈവമക്കളെയും ദേശനിവാസികളെയും എല്ലാം ഓർത്ത് ദൈവ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുക. ഞാൻ പലയിടങ്ങളിലും ചെല്ലുമ്പോൾ എന്നോട് ഹൃദയം തുറന്നായി പറയുന്നത്. എന്നോട് പലരും ചോദിക്കാറുണ്ട്, പല രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ടല്ലോ, ഏറ്റവും നല്ല സ്ഥലവും ഇഷ്ടപ്പെട്ട സ്ഥലം. ഞാൻ പറയും, ഞങ്ങളുടെ കാവാലമാണ് എനിക്കിഷ്ടം. അത് ഹൃദയം തുറന്നാ പറയുന്നത്. എനിക്ക് കാവാലമാണ് ഇഷ്ടം. അതിൻ്റെ ഒത്തിരി കാര്യമുണ്ട്. നിങ്ങൾ ഇപ്പം മൈക്ക് എൻ്റെ കയ്യിലായതുകൊണ്ടാണ് ഞാനിതെല്ലാം പറയുന്നത്. നിങ്ങളുടെ കിട്ടിയ ജോൺസൺ പാസ് പറയും വിലങ്ങ ചെറുവക്കൽ അന്ന് തന്നെ പറയുള്ളൂ. ഇരിപ്പ് കണ്ടപ്പോൾ എനിക്കറിയാം, എല്ലാവരും അങ്ങനെ പറയുള്ളൂ. അപ്പം ഞങ്ങളുടെ നാട്ടിലെ ഒരു വിശേഷത, അത് പലയിടത്തും ഉണ്ട് എങ്കിലും ഞാൻ എന്നെ സംബന്ധിച്ച്, നമ്മുടെ വീട്ടിൽ ഒരു കാര്യം നടന്ന, ഒരു മരണമോ ഒരു വിവാഹമൊക്കെ നടന്നാൽ നാട്ടുകാരെല്ലാം ചെയ്തു തരുന്നത്. അത് പലയിടത്തും കാണാറില്ല, ചിലയിടങ്ങളിലുണ്ട്. എല്ലാ കാര്യങ്ങളും, അയലത്തെ കാര്യം, സ്നേഹിതരും, അത് കക്ഷി പക്ഷ വർണ്ണ വ്യത്യാസം കൂടാതെ അതൊരു നല്ല സ്ഥലമാണ് ഞങ്ങളുടെ കാവാൽ. ഒരിക്കൽ ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരമ്മ പറഞ്ഞു, എവിടാ വീട്? ഞാൻ പറഞ്ഞു, കാവാലത്താ. വെള്ളക്കുഴിയല്ലയോ എന്ന് ഇകഴ്ത്തി പറഞ്ഞതാണ്. പിന്നെ ഞാൻ കുട്ടനാട് ശൈലിയിലൊക്കെ ചിലപ്പം അത്ര സ്റ്റാൻഡേർഡ് ആയിരിക്കില്ല. ഞാൻ പറഞ്ഞു, നല്ല നോക്കിയും കണ്ടും വർത്താനം പറയണം. കാവാലം പോലെ എത്രയോ പ്രഗത്ഭന്മാരുണ്ട് കാവാലത്ത്. നിങ്ങൾക്കറിയാം, കാവാലം നാരായണ പണിക്കർ, അദ്ദേഹത്തിൻ്റെ മകനാ കാവാലം ശ്രീകുമാർ. പിന്നെ നിങ്ങൾ ചോദിക്കും, കൺവെൻഷൻ എന്ന് വെച്ച് കാവാലം പറയാനാണോന്ന്? അത് കാവാലത്തിൽ നിന്ന് ദൈവം എന്നെ കൊണ്ടുവന്ന് കാവാലം പറഞ്ഞേ ഉള്ളൂ. സ്തോത്രം. അദ്ദേഹത്തിന് അവരുടെ അമ്മാച്ചനായിരുന്നു സർദാർ KM പണിക്കർ. അങ്ങനെ ഒത്തിരി പ്രഗത്ഭന്മാർ. കായൽ രാജാവായിരുന്നു മുരിക്കൻ. പുളുങ്ങതിനടുത്ത IC ചാക്കോ, അദ്ദേഹം 1800കളിൽ ലണ്ടനിൽ പോയി പഠിച്ചതാണ്. ഭൂഗർഭശാസ്ത്രത്തെപ്പറ്റി അഗാധ പാണ്ഡിത്യമാണ്. അങ്ങനെ പ്രഗത്ഭന്മാരുണ്ട്. അപ്പം ഞാനിത് സൂചിപ്പിച്ചത്, കായൽ രാജാവായിരുന്നു മുരിക്കൻ. 3 കായൽ പുള്ളിയുടെ സ്വന്തമായിരുന്നു, പിന്നെ വേറെ ഇഷ്ടം പോലെ. പക്ഷെ അവർക്കാർക്ക് ഇത് വെളിപ്പെടുത്തി കൊടുത്തില്ല. പോഷനാകുന്ന എനിക്ക് ദൈവം ഈ സത്യം വെളിപ്പെടുത്തി. യേശു ക്രിസ്തുവിനെ അറിയുവാൻ, ആരാധിക്കുവാൻ, സ്നേഹിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. അതുകൊണ്ട് ഞങ്ങളുടെ ദേശത്തെയും ആ നാട്ടിലുള്ള ദൈവകുഞ്ഞുങ്ങളെയും ഒക്കെ ഓർത്ത് ദൈവകുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പ്രാരംഭത്തിൽ ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വായിച്ച തിരുവചനം വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം. ജയിക്കുന്നവന് എന്തിനെയൊക്കെ ജയിക്കണം. ഇന്നലെ മുഖവരയായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. 7 കൂട്ടം കാര്യങ്ങളെയാ ജയിക്കേണ്ടത്. അത് പ്രാരംഭത്തിലൊന്ന് സൂചിപ്പിക്കുക. 7 സഭയോടുള്ള ബന്ധത്തിൽ. എല്ലാ ഭാഗവും പ്രസംഗിപ്പാൻ സമയം ഇല്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ചിന്തിക്കാവുന്നിടത്തോളം ഭാഗം ചിന്തിക്കാം. സാധാരണ ചിലർ പറയാനുണ്ട് 7 പോയിന്റ് അങ്ങ് പറയാൻ. നിങ്ങൾക്ക് എന്നേക്കാൾ കൂടുതൽ പോയിന്റ് അറിയാം. അതുകൊണ്ട് ഞാൻ എടുത്ത ഒരു 7 പോയിന്റ് അതിൽ പറയാവുന്നത് സമയത്തോളം പറയാം. 1, കള്ളയപ്പോസ്തലന്മാരെ കണ്ടുപിടിച്ച് ജയിക്കണം. 2, സാത്താന്റെ ആഴങ്ങളെ ജയിക്കണം. 3, സാത്താന്റെ പള്ളിക്കാരുടെ ദൂഷണങ്ങളെ ജയിക്കണം. 4, ബിലയാമിന്റെ ഉപദേശത്തെ ജയിക്കണം. 5, നിക്കലോവിയ ഉപദേശത്തെ കണ്ടുപിടിച്ച് സഭയിൽ നിന്ന് തുരത്തി മാറ്റി അതിന്റെ മേൽ ജയമെടുത്തോണം. 6, ഇസബേലിലെ ശക്തികൾ സഭയിൽ ഭരണം നടത്തുന്നു, പലരെ ഉപദേശിക്കുന്നു, അതിനെ ജയിക്കണം. 7, സാത്താന്റെ ആഴങ്ങളെ ജയിക്കണം. ഈ വിഷയങ്ങൾ സംസാരിപ്പാനാ ഞാൻ ദൂതുമെല്ലാം ഒരുക്കി പ്രാർത്ഥിച്ചു വന്നതും പകലുമൊക്കെ ഹൃദയത്തിൽ ഇങ്ങനെ ജാഗരിച്ചിരുന്നത്. ഇതാ വിഷയം. അതെല്ലാം പറയാൻ ഒക്കത്തില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എങ്കിലും അത് എന്തോ കാര്യമാണെന്ന് പിന്നീട് തെറ്റിദ്ധാരണ വരാതിരിക്കാൻ ഞാൻ മുന്നേ അങ്ങ് പറഞ്ഞത്. അപ്പോൾ 7 സഭയോടും കർത്താവ് ദൂത് പറയുമ്പോൾ ആ ദൂതിന്റെ ശൈലി അത് ഇന്നലെ ഓർപ്പിച്ചല്ലോ. 1, കർത്താവ് തന്നെ ഒന്ന് പരിചയപ്പെടുത്തി. 2, അഭിനന്ദിക്കേണ്ട കാര്യം അഭിനന്ദിക്കും. 3, നന്നായിട്ട് വിവേചിക്കും. 4, ആക്ഷേപങ്ങൾ വല്ലതും ഉന്നയിക്കാനുണ്ടെങ്കിൽ സൂക്ഷം കർത്താവ് ആക്ഷേപിച്ചിരിക്കും. അടുത്തത് മുന്നറിയിപ്പ് കൊടുക്കും. 6, പ്രബോധനങ്ങൾ കർത്താവ് കൊടുക്കും. 7, പ്രതിഫലമുണ്ട് അതും പറയും. അത് ഈ 7 സഭയോടുള്ള ബന്ധത്തിൽ പഠിച്ചാൽ ശാന്തമായിട്ട്
അതനുസരിച്ച് നമ്മൾ വായിച്ചാൽ ധ്യാനിച്ചാൽ നമുക്കത് മനസ്സിലാകും. എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല. ഇന്നലെ ഓർപ്പിച്ചല്ലോ, ഒന്ന് കർത്താവ് തന്നെ ഒന്ന് പരിചയപ്പെടുത്തി. ആ പരിചയപ്പെടുത്തിയത് നമ്മൾ ഇന്നലെ ഒറ്റ വാക്കി ചിന്തിച്ചല്ലോ. നിങ്ങളോട് സംസാരിക്കുന്ന, ദൂത് പറയുന്ന, ആലോചന പറയുന്ന, നിങ്ങളെ രക്ഷിച്ച് വീണ്ടെടുത്ത് വിടുവിച്ച ഞാൻ വിശ്വസ്തനായ ദൈവമാണ്. ഇവിടെ എല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിഷയത്തിൽ അവിശ്വസ്തരായി ജീവിക്കുമ്പോൾ നമുക്ക് വേണ്ടി രക്തം ചിന്തി നമ്മെ വീണ്ടെടുത്ത് നമുക്ക് വേണ്ടി ജീവനെ തന്ന നമ്മുടെ കർത്താവ് വിശ്വസ്തൻ. പ്രൈസ് ദി ലോർഡ്. രണ്ട്, അഭിനന്ദനമാണ്. ദുർഗതിയോ ഗതികേടോ ലബോദിക്കുക സഭയെ അഭിനന്ദിക്കാനൊന്നുമില്ല. കാരണം അഭിനന്ദിക്കേണ്ടതായ ഒരു കാര്യവും സഭയിൽ ഇപ്പം ഇല്ല. കാരണം മറ്റു സഭകളെ കർത്താവ് അഭിനന്ദിച്ചു. അത് നമ്മൾ ഇന്നലെ ചിന്തിച്ചല്ലോ. 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലും 3-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേര് സർദീസിലുണ്ട്. എഫെസോസ് സഭയോട് പറഞ്ഞ് നെക്കിലോവരുടെ നടപ്പ് പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്. അപ്പോൾ അഭിനന്ദിക്കേണ്ട കാര്യം കർത്താവ് അഭിനന്ദിച്ചിട്ടുണ്ട്. അടുത്തത്, കർത്താവ് സഭയെ നന്നായിട്ട് വിവേചിക്കും. നന്നായിട്ട് വിവേചിച്ചിട്ട് കർത്താവ് പറഞ്ഞു, നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. വിവേചിക്കുക. നാടൻ ഭാഷയെ മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. അടുപ്പം കൊണ്ട് വ്യത്യസ്തമായിട്ട് അങ്ങ് പറയാം, മനസ്സിലായി. ചൂടുവെള്ളമല്ല തണുത്തോ വെള്ളമല്ല, പിന്നെ വാട്ടവെള്ളം, വാട്ട പെന്തിക്കോസ്. കൈയൊന്നും പൊക്കണ്ട. ചൂടാണോ അതുമല്ല. പണ്ട് വിയത്തമ്പിച്ചാൻ പണ്ട് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, കിണറാന്നോ അതുമല്ല, കുളമാണോ അതുമല്ല, കൊളറ്. ഞങ്ങൾ ഒരിക്കലെ ഒരു ട്രെയിൻ യാത്ര ചെയ്തു. എൻ്റെ ഒരു സ്നേഹിതനുണ്ട് ഇവിടെ, സെൽവിച്ചാൻ വന്നിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ അനുജൻ സുജന്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവുണ്ട്. ഞങ്ങൾ യാത്ര ചെയ്തപ്പം പുള്ളി ചായ കൊണ്ട് വന്നപ്പം പുള്ളി ചോദിച്ചു, സുജനെ ചായ വേണോ വേണ്ടല്ലോ എന്ന്. പുള്ളി തന്നെ പറഞ്ഞ് ചായ വേണോ വേണ്ടല്ലോ. സുജൻ അതിലും എടുക്കാൻ അവൻ പറഞ്ഞു വേണ്ടണം. അപ്പൊ കിണറുമല്ല കുളമല്ല കൊളറ്, അല്ലെങ്കിൽ വേണ്ടണം. ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാൻ. നന്നായിട്ട് വിവേചിക്കുക. ഇന്ന് രാത്രി എന്നെ നിങ്ങളെ നന്നായിട്ട് വിവേചിക്കുന്നൊരു കർത്താവുണ്ട്. ആ ഭാഗത്തേക്ക് ഞാൻ പിന്നെ വരുന്നുണ്ട്. സ്തോത്രം. അടുത്തത്, കർത്താവ് മുന്നറിയിപ്പ് കൊടുത്തു. നീ ഇങ്ങനെയൊക്കെ ജീവിച്ചേതാ, ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. എന്നിട്ട് താഴോട്ട് 17-18 വാക്യത്തിലുണ്ട്, ഞാൻ സമ്പന്നൻ ധനവാനായിരിക്കുന്നു, എനിക്കൊന്നിനും. ഇങ്ങനെല്ലാം പറഞ്ഞ് നീ അരിഷ്ടനും ദരിദ്രനും നഗ്നനും. അയ്യോ, എന്തോ ഒരു കാര്യമാണ്. ഈ പുള്ളി സമ്പന്നൻ, എനിക്കെല്ലാം അറിയാന്നുള്ള അഹമ്മതി പൗലോസിന്റെ ഭാഷ പറഞ്ഞ് ഞങ്ങൾക്ക് ചീർത്ത് കർത്താവ് മുന്നറിയിപ്പ് കൊടുത്തു. ഇങ്ങനെയൊക്കെ പോയാൽ ഞാൻ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ് കളയും. ഉമിണ് കളഞ്ഞിട്ടില്ല, ഇനി ഇങ്ങനെ പോയാൽ. സ്തോത്രം. ഉമിണ് കളയും. ഇന്ന് രാത്രി കൂടപ്പെട്ട ദൈവകുഞ്ഞുങ്ങളോട് ദൂത് പറയുകയാണ്, ഇപ്പോഴത്തെ ഈ രീതി അനുസരിച്ച് പോയാൽ പലരെയും ദൈവം ഉമിണ് കളയും. മടങ്ങി വരാൻ, അനുദപിക്കുവാൻ, മനസ്താപപ്പെടുവാൻ, യഥാസ്ഥാനപ്പെടുവാൻ ദൈവം നമുക്ക് അവസരം തരിക. ആ അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. കർത്താവിന് മഹത്വം. മുന്നറിയിപ്പ് കർത്താവ് തരിക. ആ ഭാഗത്തേക്കെല്ലാം ഞാൻ പോകുന്നില്ല. ഒടുവിലായിട്ട് കർത്താവ് പറഞ്ഞു, ഇങ്ങനെയൊക്കെ പ്രമാണത്തിൽ നിന്നാൽ, വ്യവസ്ഥ പ്രകാരം നിന്നാൽ, ജയിച്ചു വന്നാൽ ഞാൻ എന്നോടുകൂടി എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ആ ഭാഗം അങ്ങനെ അങ്ങ് വിടട്ടെ. എനിക്ക് ആ ഭാഗത്തൊക്കെ നിന്ന് ധാരാളം സംസാരിച്ചേക്കുള്ള നദിയായ ആഗ്രഹം ഉണ്ടെങ്കിലും നിൽക്കുന്നില്ല. എന്തിനെയൊക്കെ ജയിക്കണം? ഒറ്റ വാക്കിൽ പറയാം, ജയിക്കാൻ എന്താ മാർഗം? ധാരാളം മാർഗങ്ങളുണ്ട് തിരുവചനത്തിൽ. അതിൻ്റെ ഏറ്റവും നല്ല ശ്രേഷ്ഠമായ ഒരു മാർഗം ഇതേ ഉള്ളൂ, ജയിച്ചവന്റെ കൂടെ നിന്നോണം. ജയിച്ചവൻ ആരാണെന്ന് ഞാൻ പൊതുവെ പറയട്ടെ, നിങ്ങൾക്കറിയാം. കർത്താവാകുന്ന യേശു ക്രിസ്തു. എന്തിനെ ജയിച്ചു? എല്ലാത്തിനെയും ജയിച്ചു. സ്തോത്ര. ഒടുവിൽ മരണത്തെയും ജയിച്ച് മരണത്തിന്റെ അധികാരിയാകുന്ന പിശാചനെ തന്റെ മരണത്താൽ പരാജയപ്പെടുത്തി മരണഭീതികളിൽ അടിമപ്പെട്ട് കിടന്ന എന്നെയും നിന്നെയും രക്ഷിച്ച് മരണ
മരണത്തെ ജയിച്ച ഒരുവനേ ഉള്ളൂ, നസറായനാകുന്ന യേശു ക്രിസ്തു. ഇന്ന് രാത്രിയിലും ആ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് ഉറപ്പിച്ചിരിക്കുന്നത്, നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ജീവിതത്തിൽ പരാജയത്തിന്റെ പടുകുടിയിൽ കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആത്മഹത്യ പരിഹാരമല്ല, നാട് വിടുന്ന പരിഹാരമല്ല, ഒളിച്ചിരിക്കുന്ന പരിഹാരമല്ല, വേദപുസ്തകത്തിന്റെ ഭാഷ പറഞ്ഞ സാമാന്യങ്ങളുടെ ഇടയിൽ പോയി പ്രാർത്ഥിക്കുന്നത് പരിഹാരമല്ല, ആമൻ മറ്റേ ആരും അറിയരുതെന്ന് ഓർത്ത് ആമൻ ഓടി ഒളിക്കുന്നത് പരിഹാരമല്ല. പരിഹാരം യേശുവിന്റെ അടുക്കലുണ്ട്. സകലത്തെയും ജയിച്ചവൻ, മരണത്തെ ജയിച്ചവൻ, എല്ലാറ്റിന്മേലും ജയമെടുത്ത നസറായൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ആ കർത്താവിന്റെ തൃപ്പാദപീഠത്തിൽ അനുതാപത്തോടെ കടന്നു വന്നാൽ നിന്റെ പരാജയത്തെ മാറ്റി ദൈവം നിനക്ക് ജയം തരും. എല്ലാ വിഷയത്തിലും ജയം തരും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് വചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ വീണ്ടും ചിന്തിക്കാം. എന്തിനെയൊക്കെ ജയിക്കണം? ഒന്ന്, ആ 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ഒന്ന് വായിച്ചാല്. വെളിപ്പാട് പുസ്തകം 2:2. ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാർ അല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ചു കള്ളന്മാർ എന്ന് കണ്ടതും. അപ്പൊ ഒറ്റവാക്കി പറഞ്ഞ കള്ള അപ്പോസ്തലന്മാരെ കണ്ടുപിടിച്ച് ജയിച്ചോണം. അവരെയും അവരുടെ വിഷയങ്ങളെയും അവരുടെ പ്രവർത്തികളെയും ഒക്കെ കണ്ടുപിടിച്ച് ജയിക്കണം. അതിനെങ്ങനെ ജയിക്കണം? തിരുവചന പ്രകാരം പരിശോധിച്ചാൽ മതി. ആരാണ് അപ്പോസ്തലൻ? നമുക്ക് എല്ലാവർക്കും അറിയാം, അയക്കപ്പെട്ടവരാ. ഒരു രാത്രി മുഴുവൻ നമ്മുടെ കർത്താവ് പ്രാർത്ഥിച്ച 12 പേരെ തിരഞ്ഞെടുത്തത്. തന്നോട് കൂടെ ഇരുപ്പാൻ, ഭൂതങ്ങളെ പുറത്താക്കുവാൻ, രോഗികളുടെ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരുവാൻ, ദൈവത്തിന്റെ വചനം പ്രസംഗിപ്പാൻ കർത്താവ് ഇവരെ തിരഞ്ഞെടുത്തു. അപ്പോസ്തലൻ ലക്ഷണം തിരുവചനത്തിലുണ്ട്, അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും. അപ്പോസ്തലൻ വന്നാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നതായിട്ടാണ് തിരുവചനത്തിൽ. ഇന്ന് ചില നോട്ടീസുകളിലൊക്കെ ധാരാളം അപ്പോസ്തലന്മാരെന്ന് പേരൊക്കെ വെക്കാറുണ്ട്. ലക്ഷണമൊന്നും ഇപ്പൊ പറയുന്നില്ല. അപ്പോസ്തലൻ അയക്കപ്പെട്ടവൻ. ഞങ്ങളുടെ ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ചപ്പം പാസ്റ്റർ മാത്യു ചൊമ്മൽ പാസ്റ്റർക്കൊക്കെ അറിയാം. PG മാത്യു സാറിൻ്റെ ഫാദറിലോ ഉണ്ടായിരുന്ന MT മാത്യു, മൈക്ക് മത്തായച്ചൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട കർത്തദാസൻ, ചോദിച്ചാനും അറിയാം, എൻ്റെ അധ്യാപകനും കൂടായിരുന്നു. അപ്പൊ അച്ഛനൊരിക്കലെ വചനം അപ്പോസ്തോലൻ എന്ന വാക്കിൻ്റെ അർത്ഥം അപ്പോൾ ഒരു കൂടെ പഠിച്ചൊരു സഹോദരൻ ദേശിക്കന പുള്ളി പറഞ്ഞ് ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട്, അപ്പോൾ സ്ഥലം വാങ്ങുന്നവനാണ് അപ്പോസ്തോലൻ. പുള്ളിയുടെ വ്യാഖ്യാനമാണ്. പൊടിരസം പറയുന്ന ആളാണ്. നിങ്ങളെ പോലെ ഞങ്ങൾ വന്ന് ചിരിച്ചു, പക്ഷെ ഇപ്പോൾ അറിയാതാണ്ട് പരമാർത്ഥത്തിൽ വന്നിരിക്കുക. അപ്പോൾ കൂടെ വിദേശത്ത് വരിക, നാട്ടിൽ ചെല്ലുക, അപ്പോൾ സ്ഥലം വാങ്ങുക. അങ്ങനെ അപ്പോൾ കിട്ടിയ കാശ് കൊണ്ട് അപ്പോൾ അതാതിരങ്ങളിൽ സ്ഥലം വാങ്ങി പുള്ളി ദേശത്തെ സ്ഥലനായി. അതാണ് സ്ഥലം. അപ്പോസ്തലൻ അയക്കപ്പെട്ടവനാ. ഇനി അപ്പോസ്തലിക ശുശ്രൂഷ വിവരിക്കുന്നില്ല. ഒന്ന്, ഉപദേശപരമായ വിഷയത്തിൽ അറിവുള്ള ആളായിരിക്കണം. ഉപദേശം ചോദിക്കുന്നവനെ ശാസിച്ചു മുങ്ങരുത്. എന്താ പാസ്റ്ററെ അതിന്റെ വിഷയം? യേശുവിന്റെ നാമത്തിൽ ചോദ്യം ചോദിച്ചു വരുന്ന എല്ലാ പോരുകളെയും പത്രോസ് പറഞ്ഞ നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോട് സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് പ്രതിപാദനം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കണമെന്ന്. ഉടക്കൊണ്ടാക്കാനല്ല, സൗമ്യതയോടെ. കർത്താവിന് മഹത്വം. വളരെ സൗമ്യതയോടെ. നിങ്ങൾക്ക് അറിവുള്ള കാര്യമാ, പ്രായമുള്ളവർക്ക് കുറച്ചുകൂടെ തിട്ടമാ. ഞാൻ കേട്ടറിവാണ്. പണ്ട് കേരളത്തിലെ ഒരു മനുഷ്യൻ, ഹൈന്ദവ സഹോദരൻ വന്ന് ക്രിസ്ത്യാനികൾക്കെതിരെ പ്രസംഗിച്ചു. പുള്ളി 16 ചോദ്യമാണ് ചോദിച്ച് ക്രിസ്ത്യാനികളോട്. 16 ചോദ്യം. ഒരു നമ്പ്യാതിരിയാണ്. 16 ചോദ്യം ചോദിച്ചു. അതിൽ ഓരോ ചോദ്യമുണ്ട്. അത് ഗഹനമേറിയ ചോദ്യമാണ്. കന്യക എങ്ങനെ ഗർഭിണിയാകും? അതാണ് ഒന്നാമത്തെ ചോദ്യം. ഇതുപോലെ 15 കൂടെ, മൊത്തം 16. കേരളത്തിലെ ക്രൈസ്തവരെ എല്ലാം വെല്ലുവിളിച്ച അദ്ദേഹം ചോദ്യം ഉന്നയിച്ചത്. ആരും മറുപടി പറഞ്ഞില്ല. അക്കാലത്ത് തുണി കണ്ടമാനം തയ്പ്പിച്ച് വസ്ത്രം ധരിച്ചാലൊന്നും നമ്പ്യാരുടെ ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ ഒക്കുകയല്ല. ആ
ആവശ്യമില്ലാത്തെല്ലാം കൈ ഒക്കെ പിടിച്ചുകൊണ്ട് നടന്നുകൊണ്ടൊന്നും മറുപടി, വണ്ണം വെച്ചുകൊണ്ടോ ഡോക്ടറേറ്റ് എടുത്തുകൊണ്ടൊന്നും മറുപടി കൊടുത്തില്ല. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, ആരുമില്ല മറുപടി പറയാൻ. അപ്പോൾ അന്നത്തെ സഭയുടെ മേലധ്യക്ഷന്മാരെല്ലാം കൂടെ കൂട്ടം കൂടി വെച്ച് പറഞ്ഞ് ഇങ്ങനെ നാട് നീളെ പന്തൽ കെട്ടി ചോദ്യം ചോദിക്കുക. 16 ചോദ്യം, ആരും പറയുന്നില്ല. അപ്പോൾ അന്ന് സഭാ മേലധ്യക്ഷന്മാരെല്ലാം കൂടെ ഒന്നിച്ച് കൂടിയേച്ചേ പറഞ്ഞതിന് പരിഹാരം മറുപടി കൊടുക്കാൻ ഒരാളേ ഉള്ളൂ. കുന്നപ്പുറത്ത് സൈമൺ, കൊച്ചു സൈമൺ, അദ്ദേഹം സാറ് എന്ന് മദ്രാസിൽ യോഗം നടത്തുകാരെന്ന. അന്നത്തെ കാലത്ത് കമ്പി അടിച്ചു. സൈമൺ സാറിനെ കൊണ്ടുവന്നു, തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞു വിട്ടു ചോദ്യമെല്ലാം എഴുതിക്കൊണ്ട് വരാൻ. ശിഷ്യന്മാർ കടന്നു ചെന്ന് നമ്പ്യാരുടെ 16 ചോദ്യവും പ്രസംഗിക്കുന്നിടത്ത് പോയി നിന്ന് കേട്ട് എഴുതിക്കൊണ്ട് വന്നു. 1 മാസം സാറ് അക്ഷരം വേണ്ടിയില്ല. അന്ന് മാർത്തോമ പുലാത്തിന് വെച്ച കാര്യങ്ങളൊക്കെ ധാരണ വന്നത്. അതിൻ്റെ ദൈവത്തിൻ്റെ നീതിയുണ്ട്. പണ്ട് ഈ മാർത്തോമ പുലാത്തിൽ നിന്ന് സാറിനെ ആട്ടി ഓടിച്ചതാണ്, അവർ തന്നെ തിരിച്ച് വിളിച്ചെന്നുള്ളതാണ്. അങ്ങനെയൊക്കെ ദൈവം ചെയ്യും, അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. സാറിനെ ആട്ടി വിട്ടു, ഇറങ്ങിപ്പോകാൻ പറഞ്ഞു, മുടക്കിയതാണ്. അവർ തന്നെ പുള്ളിയെ തിരിച്ച്, ഞാൻ അനുഭവത്തിൽ നിന്ന് പറയാം, നമുക്കെതിരെ ആക്ഷേപങ്ങളോ അപവാദങ്ങളോ നിന്ദകളോ പരിഹാസം വരുമ്പോൾ മറുപടിക്കൊന്നും പോകരുത്, തെളിയിക്കാനും പോകരുത്, ഉടക്കുണ്ടാക്കാനും പോകരുത്. എൻ്റെ അനുഭവം മുട്ടുമടക്കി പ്രാർത്ഥിച്ചോണം. നീതിയോടെ വിധിക്കുന്നൊരു ദൈവമുണ്ട്. ഈ അടുത്ത കാലത്തും പേര് പറയത്തില്ല, ഞാൻ പേര് പറയുന്നത് എനിക്ക് അത്ര തൃപ്തിയല്ല. പിന്നെ അതാരാന്ന് നിർബന്ധമായിട്ട് അറിയണേ, യോഗം കഴിഞ്ഞ് വന്നാൽ പറയാം. അത് മൊബൈൽ ഓഫ് ആക്കി വെച്ച് പറഞ്ഞു. എനിക്കിപ്പോൾ ആരും വിശ്വാസമില്ലാതെ ഞാനും നടക്കുന്നത്. അതെ, സത്യമായ കാര്യമാണ് ഇനി പറയാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒക്കലവുമായി വന്നത് കഴിഞ്ഞ് കാനഡയിലൊന്ന് പോയ ചരിത്രവും സ്ഥലവും പറയല്ല. അപ്പം നാട്ടിൽ നിന്നൊരു സഹോദരൻ ഇച്ചിരി കാര്യങ്ങളൊക്കെ എഴുതി, നാട്ടിലുള്ളതാണ്, ഇവിടുത്തെ അല്ലേ, ഒരു സഹോദരനൊക്കെ എഴുതി വേറൊരാൾക്ക് പേഴ്സണലി എഴുതി വിട്ടതാണ്. അപ്പം അദ്ദേഹം ഇങ്ങനെ കാര്യം പറഞ്ഞത് ഇന്നതുപോലൊക്കെ എഴുതി. ഞാൻ പറഞ്ഞു, ഓ അത് അറിവില്ലായ്മ കൊണ്ട് എഴുതിയത്, അങ്ങ് വിട്ടുകളാ, പുള്ളിയുടെ ഭോഷത്വമാണ്. അല്ല, നമുക്കത് ഞാൻ ഒന്നും പ്രതികരിക്കണ്ട, വിട്ടുകളാ, സഹോദരനല്ലേ, ക്ഷമിക്ക്, അങ്ങനല്ലേ കർത്താവ് പഠിപ്പിച്ചേ. ചില കാര്യം എന്നെ ഞാനും കണ്ടു, ഞാൻ സ്വോത്രം ചെയ്തങ്ങ് വിട്ടു. ശുശ്രൂഷ കഴിഞ്ഞ് ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ ഞാനിത് അറിഞ്ഞ മറ്റൊന്നും കാണിച്ചില്ല, കാണിക്കേണ്ട കാര്യമില്ല. നാട്ടിൽ കൂടെ ഞാനൊരു ശുശ്രൂഷയ്ക്ക് പോയപ്പോൾ ഈ സഹോദരൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നു. ഞാൻ വണ്ടി ഓടിച്ച സ്വന്തം വണ്ടി അവിടെ നിർത്താൻ പറഞ്ഞു. വണ്ടി നിർത്തി കൈ കൊടുത്തു, സ്തോത്രം, എന്തുകൊണ്ട് മോനെ എന്നേക്കാൾ അല്പം ഇളയതാ, എന്തുകൊണ്ട് മോനെ വിശേഷം? ഓ ഒന്നുമില്ല വെച്ചാ, നമ്മുടെ ശൈലി അതാണല്ലോ. കണ്ടോ ആ മണ്ടം പാര വെച്ച് കാണുക. കാരണം ഈ ദൈവം തമ്പുരാൻ ഈ ചിറിക്ക് അസ്ഥി വെച്ചിട്ടില്ല. ഇത് വെച്ച് വിടുകാരനെ ചിരിക്കാനൊക്കത്തില്ല. നമ്മളെ എല്ലാം ദൈവത്തിന് നന്നായിട്ട് അറിയാമല്ലോ. കുഞ്ചാ തപ്പി നോക്കിയാൽ ചെറിക്ക് അസ്ഥി ഉണ്ടോ? ഇല്ല. ഉണ്ടോ? ചിരി ആ ഇരിപ്പുമൊക്കെ കണ്ടോ? അസ്ഥി വെക്കാത്തതുകൊണ്ടാ. അത് ദൈവത്തിനറിയാം. അസ്ഥി വെക്കാൻ വലിയ ബുദ്ധിമുട്ടാച്ചിരിക്കാൻ. അപ്പം ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് മോനെ? എന്തുകൊണ്ടാ? ഞാൻ പറഞ്ഞു, വളരെ സന്തോഷം. എവിടെ പോകുന്നു? ഇന്നടത്തോട്ട് പോകും. ഞാനതില്ലേ വണ്ടിയിലോട്ട് കയറാൻ പറഞ്ഞു. എഴുതി എന്തിനാന്ന് ചോദിച്ചില്ല, ഒരു ഭാവം ഞാനൊന്നും പറഞ്ഞു. ഇപ്പോൾ ഇതുവരെ കയറാൻ പറഞ്ഞു. കയറി വിശേഷമൊക്കെ തിരക്കി സ്തോത്രമെല്ലാം പറഞ്ഞു. വളരെ സന്തോഷം. അവിടെ കൊണ്ടിറക്കി. പിന്നെ അങ്ങനെ എന്തിനാ പച്ചയ്ക്ക് പറയുന്നത്? ഇനി പറഞ്ഞേക്കാം. എന്നാ സ്തോത്രാഴ്ചയും കൊടുത്തു, നാളെയും ചെയ്യും. ഞാൻ പഠിച്ച പ്രമാണവും കർത്താവ് കാണിച്ചതും തിന്മയെ തിന്മ കൊണ്ടല്ല, നന്മ കൊണ്ട് ജയിക്കണം. നിനക്കെതിരെ ആക്ഷേപങ്ങളും എതിരുകളും പോരാട്ടങ്ങളും വരെ മറുപടിക്ക് പോകരുത്, വഴക്കുണ്ടാക്കരുത്, കേസിന് പോകരുത്, തിരിച്ചറിയരുത്, തിരിച്ച് പ്രതികരിക്കരുത്. അവൻ സകലതും പരിഹരിക്കുന്ന ഒരുവൻ ഉയരത്തിലുണ്ട്. മുട്ടുമടക്കി പ്രാർത്ഥിക്കണം. തക്ക സമയത്ത് ദൈവം അത്ഭുതം ചെയ്തോളൂ. എന്നേക്കാൾ നന്നായിട്ട് അനുഭവം ഞാനുള്ളവരാ നിങ്ങൾ പലരും. അപ്പൊ സാറിനെ പണ്ട് പുലാത്തിൽ നിന്ന് ഇറക്കി വിട്ടതാ, അവര് തന്നെ തിരിച്ചു വിളിച്ചു. എന്തിനേറെ വിസ്തരിക്കാൻ നേരമില്ല. സാറ് ശിഷ്യന്മാരെ പറഞ്ഞു വിട്ടു, പോയി കേട്ടച്ചു വരാൻ പറഞ്ഞു. അവര് പോയി കുറിച്ചെടുത്ത് 16